എല്ലാവർക്കും നമസ്തേ കേട്ടോ. എല്ലാവർക്കും ലതീസ് ഹൗസിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ച മണ്ണാണ്. തൃക്കക്കാരപ്പം ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചതാണ്. നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ അമ്മ തൃക്കക്കാരപ്പം ഉണ്ടാക്കണത് കണ്ടിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല. എന്തായാലും കുറേ നാൾ കൊണ്ടുള്ളൊരാഗ്രഹമായിരുന്നു. അപ്പോൾ ഇത് വെച്ചൊന്ന് ചെയ്ത് നോക്കാൻ. ഇവിടെ പണ്ടാണെങ്കിൽ നമ്മൾ ഈ പുറ്റുമണ്ണെന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ മണ്ണെടുത്തിട്ടാണ് അമ്മയൊക്കെ അന്ന് ചെയ്തേക്കണം. അന്നിങ്ങനെ മേടിക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ട് കമ്പനിയൊക്കെ ഉണ്ടല്ലോ, ഓട്ട് കമ്പനിയിലത്തെ മണ്ണെടുത്താൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഇവിടെ അങ്ങനെയൊന്നും കിട്ടാനൊരു നിവൃത്തി ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആമസോണിൽ നിന്ന് എൻ്റെ പാറൂട്ടൻ എനിക്ക് മേടിച്ച് തന്നതാ. ഇത് വെച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് കുഴച്ചിട്ട് നമ്മൾ ഒരു ദിവസം വെയിലത്തൊക്കെ വെച്ചിട്ടാണ് അമ്മ ചെയ്യണത് ഞാൻ കണ്ടേക്കണത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇത് ഞാൻ വെയിലത്തൊന്നും വെച്ചില്ല കേട്ടോ. ഇതിപ്പം ഞാനൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടല്ലോ, ഇത് നല്ല പോലെ ഇങ്ങനെ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. ഇതിന് 4 സൈഡ് നല്ല കറക്റ്റായിട്ട് വരണം. ഇങ്ങനെ നമ്മൾ മറ്റേത് വെയിലത്ത് വെച്ച് കുറച്ചധികം മണ്ണുണ്ട്, അതുകൊണ്ട് നല്ല പോലെ നമുക്ക് നീട്ടത്തിൽ നല്ല ഭംഗിയുള്ള തൃക്കക്കാരപ്പനായിട്ട് കിട്ടുമായിരുന്നു. നമ്മളിങ്ങനെ ഹോൾ ഇടുക, പൂ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി വലിപ്പത്തിൽ ഹോളിട്ട് ഈർക്കിലിങ്ങനെ വയ്ക്കും. എന്നിട്ട് ഉണങ്ങുമ്പോൾ ഈർക്കിലി എടുത്ത് നമ്മൾ മാറ്റും. എന്നിട്ട് തൃക്കക്കാരപ്പൻ നമ്മൾ കളറൊക്കെ കൊടുക്കും. കളർ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അരി അരച്ച് ചാന്തുണ്ടാക്കി അത് വെച്ച് പുള്ളി കുത്തും. ഇതിലൊക്കെ ചിലരൊക്കെ ആണെങ്കിൽ അത് പുള്ളിയൊന്നും കുത്തില്ല, അങ്ങനെ കോരി ഒഴിക്കും. നമ്മളൊക്കെ ആണെങ്കിൽ പണ്ട് നിറയെ പുള്ളി കുത്തുമായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ, ഇരുന്ന് ഉണങ്ങട്ടെ. ഉണങ്ങിയിട്ട് നമുക്ക് ചുമന്ന നിറമൊക്കെ തേക്കണം. തൃക്കക്കറിയപ്പന് കളർ കൊടുക്കാൻ പോവാണേ. ഒരു ഓടിൻ്റെ കഷ്ണം അത് നമ്മൾ അരച്ചെടുത്തിട്ടാണ്. ഒരിച്ചിരി ഞാൻ കളർ കൊടുത്തായിരുന്നു കേട്ടോ. കളർ കൊടുത്ത് ഉണക്കി വെച്ച്. പക്ഷെ ഒരു പ്രാവശ്യം കൂടി നമുക്കൊരു കളറാവാൻ വേണ്ടിയിട്ട് തേക്കണം. അതിന് ഇങ്ങനെയാണ്. പണ്ടാണെങ്കിൽ ചുമന്ന കല്ല് നോക്കി എടുത്ത് അത് അരച്ചാൽ നമ്മൾ കളർ കൊടുത്തായിരുന്നു. ഇപ്പോൾ ഇതങ്ങ് തേക്കും. കളർ നമ്മൾ തേച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. നമ്മുടെ തൃക്കക്കാരപ്പൻ ഞാൻ കളർ ചെയ്ത് വെച്ചായിരുന്നു. ഇപ്പോൾ അതിൽ അരിമാവ് കലക്കി പുള്ളി കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ 4 സൈഡിലും കുത്തി കഴിഞ്ഞ് നമ്മൾ പൂവൊക്കെ ഈ ഹോളിൽ വെച്ച് നമ്മൾ ഓണം കൊള്ളും.